വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂർ കേന്ദ്രമായി പുതിയ റവന്യൂ ഡിവിഷൻ ഓഫീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വണ്ടൂർ വികസന ഫോറം വണ്ടൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ റോഡിനെയും കാളികാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഏറനാട് താലൂക്കുകൾ കൂട്ടിച്ചേർത്ത് വണ്ടൂർ കേന്ദ്രമായി പുതിയ റവന്യൂ ഡിവിഷൻ ഓഫീസ് സ്ഥാപിക്കുക എന്നതാണ് സംഘടന മുന്നോട്ടുവെക്കുന്ന പ്രധാന ആവശ്യം. ഇതുകൂടാതെ വിശാലമായ ഭൂപ്രദേശമുള്ള വണ്ടൂർ വില്ലേജ് ഓഫീസ് വിഭജിച്ച വാണിയമ്പലം കേന്ദ്രമാക്കി പുതിയ വില്ലേജ് ഓഫീസ് അനുവദിക്കണമെന്നും വികസന ഫോറം ആവശ്യപ്പെടുന്നു. വണ്ടൂർ വികസന ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ശ്രീ അനിൽകുമാർ അവർക്ക് നമ്മളൊരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഏറനാട് താലൂക്കുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസ് തുറക്കുവാനും അതോടൊപ്പം തന്നെ വണ്ടൂർ വില്ലേജ് വിഭജിച്ചുകൊണ്ട് വാണിയമ്പലം വണ്ടൂർ 2 വില്ലേജുകളാക്കി നിയമം നടത്തുവാനും വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യങ്ങളായ നിലമ്പൂർ റോഡിനെയും കാളികാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുക, വാണിയമ്പലം ഭാഗത്ത് പുതിയ ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുക, വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളും മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ വണ്ടൂരിന്റെ വികസന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിഷയങ്ങൾ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽ അന്ന് പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയായ സാഹചര്യത്തിൽ ബൈപ്പാസുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സ്ഥലമേറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുപോലെ വാണിയമ്പലത്തെ ജനങ്ങളുടെ വാണിയമ്പലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഏറ്റവും ദീർഘകാലത്തെ ആവശ്യമാണ് റെയിൽവേ മേൽപ്പാലം. അതിൻ്റെ നടപടികളും ത്വരിതപ്പെടുത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച റവന്യൂ ഡിവിഷൻ ഓഫീസ് വലിയ വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ്. നിലമ്പൂർ ഏറനാട് താലൂക്കുകൾ വളരെയധികം ആളുകൾ പട്ടയ പ്രശ്നമടക്കം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ത്വരിതപ്പെടുത്തുന്നതിനും വണ്ടൂർ കേന്ദ്രമാക്കി ഒരു റവന്യൂ ഡിവിഷൻ ഓഫീസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് വണ്ടൂർ വികസന ഫോറം പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, വണ്ടൂർ വില്ലേജ് സമീപത്തുള്ള മറ്റ് വില്ലേജുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വലിയ ഭൂപ്രദേശമുള്ള ഒരു വില്ലേജാണ്. അത് വിവേചിച്ചുകൊണ്ട് വാണിയമ്പലം കേന്ദ്രമാക്കിക്കൊണ്ട് പുതിയ വില്ലേജ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. റവന്യൂ മന്ത്രി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ MLAക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അത് സാധ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വികസന ഫോറം തുടർച്ചയായിട്ട് ഇതിന്റെ പിന്നാലെ ഉണ്ടാവും എന്നറിയിക്കും. വണ്ടൂർ വികസന ഫോറം പ്രസിഡന്റ് ഹാരിസ് നീലാമ്പ്ര, സെക്രട്ടറി EP ഫിറോസ്, KT അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,